300 കിലോയിലേറെ ഭാരമുണ്ടായിരുന്ന ഇയാൾ എത്ര ഡയറ്റ് ചെയ്തിട്ടും തടി കുറയാതെ വിഷമിച്ചു. ഒരു ദിവസം ഒരു കിളവൻ അയാളുടെ കണ്ണിൽ തൊട്ടു. വീട്ടിലെത്തിയപ്പോൾ ഭാരം കുറയുന്നതായി തോന്നി. 15 കിലോ കുറഞ്ഞപ്പോൾ ഡയറ്റ് ഫലിച്ചതാണെന്ന് കരുതി അയാൾ ഭാര്യയോട് വീമ്പിളക്കി. എന്നാൽ പകുതി മാസം കഴിഞ്ഞിട്ടും ഭാരം കുറഞ്ഞുകൊണ്ടേയിരുന്നപ്പോൾ ഭാര്യയ്ക്ക് സംശയമായി. ഇതിന് പിന്നിലെ വൃദ്ധനെ തെരഞ്ഞുപിടിച്ച് അയാൾ അയാളുടെ വീട്ടിലെത്തി. നിയമത്തിന്റെ പഴുതിലൂടെ അയാൾ കൊലപ്പെടുത്തിയ പെൺകുട്ടിയുടെ അച്ഛനായിരുന്നു ആ വൃദ്ധനെന്നും അയാളെ ശപിച്ചതാണെന്നും മകൾ വെളിപ്പെടുത്തി. തെറ്റ് സമ്മതിച്ചെങ്കിലും അയാൾ മെലിഞ്ഞ വയർ കാണിച്ച് കേണപേക്ഷിച്ചപ്പോൾ വൃദ്ധൻ വഴങ്ങിയില്ല. മരിക്കുന്നതുവരെ മെലിയുമെന്ന് അയാൾ ശാപവാക്കുകൾ കേട്ടു. ദേഷ്യം വന്ന അയാൾ വൃദ്ധന്റെ കുടുംബത്തെ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഒരു ഗുണ്ടാസംഘത്തെ അയച്ച് വൃദ്ധന്റെ വീട്ടുകാരെ കൊലപ്പെടുത്തുകയും മകളെ തടവിലാക്കുകയും ചെയ്തു. ശാപം മാറ്റാൻ വൃദ്ധൻ വഴങ്ങി. ഒരു സ്ട്രോബെറി കേക്കിൽ അയാളുടെ രക്തം കലർത്തി അത് മറ്റൊരാൾക്ക് നൽകിയാൽ ശാപം മാറുമെന്ന് അയാൾ പറഞ്ഞു. തന്നെ ചതിക്കുന്ന ഭാര്യയോട് പ്രതികാരം ചെയ്യാൻ ആ കേക്ക് അയാൾ അവൾക്ക് നൽകി. പിറ്റേന്ന് ഭാര്യ മരിച്ചതും തന്റെ ശാപം മാറിയതും അയാൾ കണ്ടു. എന്നാൽ സിങ്കിലെ 2 പാത്രങ്ങൾ കണ്ട് അയാൾ ഞെട്ടി. തന്റെ ചെറിയ മകളും ആ കേക്ക് കഴിച്ചുവെന്നറിഞ്ഞപ്പോൾ തകർന്നുപോയ അയാൾ ആത്മഹത്യ ചെയ്യാൻ കേക്ക് കഴിക്കാനൊരുങ്ങി. അപ്പോൾ വാതിൽക്കൽ ഭാര്യയുടെ കാമുകനായ അയൽവാസി വന്നു നിന്നു. ഒരു പുഞ്ചിരിയോടെ അയാളെ അകത്തേക്ക് ക്ഷണിച്ച് അവനെയും കേക്ക് തീറ്റിച്ചു.